ഫെബ്രുവരി 14 ഇന്ന് നമ്മുടെ സിവിൽ സർവീസസ് എക്സാമിൻ്റെ 2024 നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ ദർ ആർ സം മൈനർ ചേഞ്ചസ് ഇൻ ദ നോട്ടിഫിക്കേഷൻ. ഓക്കെ, നമ്മുടെ ഫോട്ടോഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് സ്പെഷ്യലി നമ്മുടെ ഫോട്ടോഗ്രാഫ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യമാണ്. അത് പിന്നെ നമ്മുടെ OBC സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഒരു ചെറിയ വീഡിയോ ആയിരിക്കും, ജസ്റ്റ് അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഓക്കെ, സോ ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, ഡോൺ ഹറി. ഓക്കെ, ഒരു 1-2 ദിവസമൊക്കെ സാവധാനം പതുക്കെ ഫോമൊക്കെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഫില്ല് ചെയ്താൽ മതി. ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് നോ ട്രോഫി. ഓക്കെ, സോ ബി കെയർഫുൾ വൈൽ അപ്ലൈ. നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഫോട്ടോഗ്രാഫിൽ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ എന്ന് പറയുന്നത് 10 ദിവസത്തിനേക്കാൾ പുറകിൽ പോകാൻ പാടില്ല. ഓക്കെ, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും, അതായത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ് തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയിൽ നമ്മുടെ പേരും അതേപോലെ തന്നെ ഡേറ്റും, ഓക്കെ, നമ്മുടെ പേരും ഡേറ്റും വ്യക്തമായി കാണിച്ചിരിക്കണം. ഇത് നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? നമ്മുടെ PSC അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? 1 ടൈം വെരിഫിക്കേഷൻ സമയത്ത് തുടക്കത്തിൽ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നീറ്റ്, മറ്റ് പല ഓൾ ഇന്ത്യ ലെവൽ എക്സാംസിനും ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബട്ട് UPSC ഇതേവരെ ഇങ്ങനെയായിരുന്നില്ല. സോ അങ്ങനെ ഒരു മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ എന്താണ്, നമ്മൾ എങ്ങനെയുള്ള ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ചോ, താടിയുള്ളതോ മീശയുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ മുടി മുഴുവൻ മൊട്ടയടിച്ചിട്ടുള്ളതോ ആയ ഫോട്ടോ ആണെങ്കിൽ കൂടി നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ഈ പറഞ്ഞ എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ താടിയൊക്കെ നല്ലതുപോലെ വെച്ചിട്ടായിരിക്കാം ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അല്ല അപ്ലൈ ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് അതൊക്കെ ഷേവ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, അതൊരു മേജർ ചേഞ്ചാണ്. നമ്മളാരും ഇതൊന്നും അത്ര സീരിയസ് ആക്കി എടുക്കില്ല. ബട്ട് ആസ് ഫാർ ആസ് UPSC ആസ് കൺസേൺഡ്, അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ചവിട്ടി പുറത്താക്കും. ഓക്കെ, ഒരു രീതിയിലും നിങ്ങൾ അങ്ങനെ എന്താ പറയുക തെറ്റുകൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ എങ്ങനെയായാലും നമ്മൾ ഇപ്പോൾ സെയിം തിങ് നമ്മൾ കണ്ണട വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മീശ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായി പറയുന്നുണ്ട്, മൊസ്റ്റാച്ച്, മീശ, താടി. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപക്ഷെ പ്രിലിമിനറി എക്സാം എഴുതാൻ പറ്റിയെന്ന് വരില്ല. ഇതൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കാത്ത കാര്യമാണല്ലേ. സോ അങ്ങനെയാണ് ഫോട്ടോഗ്രാഫിൻ്റെ കാര്യത്തിൽ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ ഒരു പുതിയൊരു ഫെസിലിറ്റി വന്നിട്ടുണ്ട്, ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പർ റെപ്രസെൻറ്റേഷൻ പോർട്ടൽ. ഇത്രയും കാലം ഇല്ലായിരുന്നു. അറിയാം, ഇത് 2-3 തവണ ഒക്കെ അറ്റംപ്റ്റ് ചെയ്തവർക്ക് ഇതൊക്കെ അറിയാം, ഞാൻ പറയണ്ട. ബട്ട് ഈ ഒരു ഫെസിലിറ്റി നമുക്ക് PSCക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, PSCയിൽ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസം, ഒരാഴ്ച കൊണ്ട് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ തെറ്റുകളുണ്ടെങ്കിൽ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഓൺലൈൻ പോർട്ടലിൽ. അപ്പോൾ അതേ ഫെസിലിറ്റി നമുക്ക് UPSC ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ചേഞ്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് എക്സാമിന് ശേഷമാണ്. പ്രിലിമിനറി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ OBC സർട്ടിഫിക്കറ്റ്. ഫസ്റ്റ് അറ്റംപ്റ്റേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ സംശയം ഉണ്ടാവുക ഈ OBC സർട്ടിഫിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലേ. തേർഡ് അറ്റംപ്റ്റേഴ്സിനും ഫോർത്ത് അറ്റംപ്റ്റേഴ്സിനും ഒക്കെ അത് അറിയായിരിക്കും. ഫസ്റ്റും സെക്കൻഡിനും ആയിരിക്കും ഈ കാര്യത്തിൽ നല്ല ഡൗട്ട് ഉണ്ടാവുക. സോ OBC സർട്ടിഫിക്കറ്റ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളെടുക്കുന്ന OBC സർട്ടിഫിക്കറ്റ് എപ്പോഴും ലേറ്റസ്റ്റ് ആയിരിക്കണം. കഴിഞ്ഞ തവണ ഞാൻ എടുത്തു വെച്ചല്ലോ, അത് മതിയാവുമല്ലോ, അങ്ങനെയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ പ്രിലിംസ് മെയിൻസ് ഇൻ്റർവ്യൂ ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മേ എഫക്റ്റ്. ഓക്കെ, ഒരുപക്ഷെ നിങ്ങൾ പുറത്ത് വരെ ആവാം. സോ അതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. സോ OBC സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? എപ്പോഴും ലേറ്റസ്റ്റ് ആണെന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇവിടുത്തെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1/4/2023 ശേഷം നിങ്ങൾ OBC NCL സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി. അതായത് ഏപ്രിൽ 1 ശേഷം, കഴിഞ്ഞ വർഷം ഏപ്രിൽ 1 ശേഷം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് OBC സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മതി. മസ്റ്റ് നോട്ട് ദാറ്റ് ഇഷ്യൂയിങ് അതോറിറ്റി എപ്പോഴും തഹസിൽദാർ ആയിരിക്കണം. സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് ആണ്. വില്ലേജ് ഓഫീസർ ആയിരിക്കരുത്. ഇഷ്യൂയിങ് അതോറിറ്റി എപ്പോഴും തഹസിൽദാർ ആയിരിക്കണം. അതും മനസ്സിലാക്കുക. ഓക്കെ, കഴിഞ്ഞ തവണ എടുത്തിട്ടുള്ളത് അത് മതിയല്ലോ എന്ന് ചിന്തിക്കുന്നവർ അത് മതിയാവില്ല. നിങ്ങൾ പുതിയത് തന്നെ എടുക്കണം, അപ്ലൈ ചെയ്യണം. ഓക്കെ, ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ ആപ്ലിക്കേഷൻ എപ്പോഴാണ് അടുത്ത മാസം 5-ാം തീയതിയാണ്. 5-ാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ എടുക്കണം.
അതിന് ശേഷം എടുത്താൽ ഒബ്വിയസ്ലി അത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം എന്താ പറയുക ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എടുക്കണമല്ലോ. സോ അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം OBC സർട്ടിഫിക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തേ പറ്റൂ. കഴിഞ്ഞ പ്രിലിംസിൻ്റെ സമയത്ത് നമ്മൾ ഫെബ്രുവരി ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക, അത് പറ്റില്ല. ഓക്കെ, എപ്പോഴും ചിന്തിക്കുക. ഓക്കെ, ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒരു കാര്യം. ഓക്കെ, നോൺ ക്രീമി ലെയർ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് OBCയുടെ NCL സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ അറ്റ് മൈ ടെലിഗ്രാം ചാനൽ. UPSC ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, UPSC KS 2024. ഒരു 360 പേര് വരുന്നൊരു ചെറിയ ഗ്രൂപ്പാണ്. യു ഗൈസ് ക്യാൻ ആസ്ക് യുവർ ഡൗട്ട് ദെയർ. ഓക്കെ, എന്തെങ്കിലും സംശയം കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, പിന്നെ OBC സർട്ടിഫിക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഐ വിൽ അപ്ഡേറ്റ്. ഓക്കെ, താങ്ക് യു.